മദ്യപിച്ച് റോഡിൽ തെണ്ടിത്തനം കാണിച്ച സിദ്ധാർത്ഥൻ എന്നൊരു ആക്ടർ, അദ്ദേഹത്തിനെ ഇന്നലെ നാട്ടുകാർ കൈകാര്യം ചെയ്തതിൽ ഒരു പ്രത്യേകതരം വികാരം പൊട്ടി പുറപ്പെടുന്നുണ്ട്. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ നാട്ടിൽ ചില ആൾക്കാർക്ക് വേണ്ടി മാത്രം ഇങ്ങനെ കുരു പൊട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന മഹാത്മാക്കളുണ്ട്. ഇപ്പോൾ ഇന്നലെ നടന്ന സംഭവം, ഇന്നലെ ക്രിസ്തുമസ് ആണ്. അതിൻ്റെ ആഘോഷത്തിൻ്റെ ഭാഗമായി മദ്യപിച്ച് വാഹനം ഓടിച്ചു. നിയമവിരുദ്ധ പ്രവർത്തനമാണ്, ഈ നാട്ടിൽ പലരും ചെയ്യാറുണ്ട്. എന്നാൽ നീ മദ്യപിച്ചു റോഡെ പോകുമ്പോൾ മര്യാദയ്ക്ക് പോ. ഓവർ സ്പീഡിൽ വാഹനം ഓടിക്കുകയാണ്. ഈ സിദ്ധാർത്ഥ് വാഹനം ഓടിച്ച് ഒരാളെ തട്ടിയിടുകയാണ്. തട്ടിയിട്ടതിന് ശേഷം വാഹനം നിർത്താതെ പോവുകയാണ്. വരുന്ന വഴിയിലെല്ലാം പലരെ അപകടപ്പെടുത്തുന്ന രീതിയിൽ വാഹനം ഓടിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നാട്ടുകാർക്ക് കലിപ്പുണ്ടായി. സ്വാഭാവികമായി പ്രതികരിച്ചു. കണ്ടില്ലേ, ഇങ്ങനെയാണോ പ്രതികരിക്കുന്നത്? അയാൾ ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ടാണ് അത്ര ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നത്. സെലിബ്രിറ്റി ആയതുകൊണ്ടല്ല. സെലിബ്രിറ്റി ആണെങ്കിൽ തൻ്റെ ഉള്ളിൽ ആ മനോഭാവം ഉണ്ടാകണം. അല്ലാതെ റോഡെന്ന് പറഞ്ഞാൽ ഞാൻ സെലിബ്രിറ്റിയാണ്, എന്ത് തോന്നിവാസവും മദ്യപിച്ച് കാണിക്കുമെന്ന് കരുതിയാൽ ഇതൊക്കെ കിട്ടേണ്ടത് തന്നെയാണ്. ഇങ്ങനെയൊക്കെ കിട്ടിയാലേ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായാലേ നാളെ മര്യാദയ്ക്ക് അവൻ വാഹനം ഓടിക്കത്തുള്ളൂ. ഒരു അനുഭവം ഏതൊരു മനുഷ്യനും ആവശ്യമാണ്. ഈ നാട്ടിൽ എത്രയോ പേർക്ക് ഇതുപോലത്തെ ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്. അന്നൊക്കെ കൈയടിച്ചു കൊടുത്തവർ ഇന്നിപ്പോൾ ഈ നടനായതുകൊണ്ട്, പ്രത്യേക സമുദായത്തിൽപ്പെട്ടതുകൊണ്ട് ചിലർക്ക് വല്ലാത്ത ആ പ്രിവിലേജ്. സിദ്ധാർത്ഥൻ എന്ന നടനെ ഇതൊക്കെ ചെയ്യണമെന്ന്. സിദ്ധാർത്ഥൻ എന്ന നടൻ മാത്രമല്ല, ഈ നാട്ടിലെ എല്ലാ പൗരനും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. സിദ്ധാർത്ഥൻ വാഹനം പിടിച്ചിട്ടപ്പോൾ തിരിച്ചിങ്ങോട്ട് ചോദിക്കുകയാണ്, നാട്ടിൽ ഈ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് സർവ്വസാധാരണം, വണ്ടി തട്ടുന്നത് സർവ്വസാധാരണം എന്ന് കരുതിക്കൊണ്ട് അതിനകത്തിരിക്കുന്ന ആ തമ്പ്രാൻ, ഒരു സെലിബ്രിറ്റി തമ്പ്രാനെ കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അല്ലയോ മഹാഭാവനു, അങ്ങ് ഇതൊക്കെ ചെയ്തല്ലോ, ഞങ്ങൾ അങ്ങയോട് എന്താണ് ചെയ്യേണ്ടതെന്ന് കൈകൂപ്പി നിന്ന് ചോദിക്കാം. തൽക്കാലം സൗകര്യപ്പെടില്ല. നിങ്ങളുടെ ഈ സ്പെഷ്യൽ സ്റ്റഡി ക്ലാസ് ഉണ്ടല്ലോ, ചില കാര്യങ്ങളിൽ മാത്രം ഇങ്ങനെ പ്രത്യേക വികാരമുണരുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതിന് വഴങ്ങിക്കൊടുക്കാൻ ഈ സമൂഹത്തിന് ഇപ്പോൾ ബുദ്ധിമുട്ട് തന്നെയാണ്. ആ ആൾക്കാർ എന്തുകൊണ്ട് രോഷാകുലരായെന്ന് പറഞ്ഞാൽ, ആ സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ തെറ്റ് പറ്റിയാൽ ആ രീതിയിൽ പ്രതികരിക്കാൻ തയ്യാറാകണം. സെലിബ്രിറ്റി ഹുങ്ക് നാട്ടുകാരുടെ തോളിൽ കാണിച്ചാൽ കൈവയ്ക്കുമെന്നേ, രണ്ടെണ്ണം പൊട്ടിക്കുമെന്നേ. അപ്പോഴാണ് ഇങ്ങോട്ട് ചോദിക്കുന്നത്, ആക്സിഡന്റ് സംഭവിച്ചാൽ ഇങ്ങനെയാണോ ഒരു നടന്റെ അല്ലെങ്കിൽ ഒരു തമ്പ്രാനോടൊക്കെ പെരുമാറേണ്ടത്? അയാളെ പിടിച്ച് തലോടി ഒരു ട്രോഫിയും കൊടുത്ത് പൊന്നാട അണിയിച്ച് നിങ്ങൾ നേരെ സ്റ്റേഷനിൽ കൊണ്ടാക്കാത്തതെന്താ? ഇതൊക്കെയാണ് മുകേഷ് നായരെ പോലുള്ള ചിലരൊക്കെ നമ്മളോട് ചോദിക്കുന്നത്. ഈ പ്രവൃത്തിയെ ന്യായീകരിക്കുന്നതുമാണ് ഉള്ളിൽ ഒരൊറ്റ കാര്യമേ ഉള്ളൂ. അതായത് കാണിച്ചത് തെണ്ടിത്തനം, തെമ്മാടിത്തനം. അത് കാണിച്ചതും പോരാ, ഒരു വ്യക്തിയെ തട്ടിയിട്ടതിന് ശേഷം അതിൻ്റെ പേരിൽ പട്ടി ഷോ കാണിക്കുകയല്ല വേണ്ടത്. ഈ അടുത്ത കാലത്ത് ഈ സവർണ കുടുംബത്തിൽപ്പെടുന്ന പലർക്കും റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ രാജാക്കന്മാർ പോകും പോലെയാണല്ലോ. അവരെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുപറ്റിയാൽ നിങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? നിങ്ങൾ അവർ എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും കയ്യേറ്റം ചെയ്യുകയും ചെയ്യരുത്, പോലീസിനെ പിടിച്ച് ഏൽപ്പിക്കണം അത്രേ. അവൻ കാണിച്ച ഷോയാണ് ആ നാട്ടുകാരെ പ്രകോപിപ്പിച്ചത്. അതിന് അർഹതപ്പെട്ടത് അവന് കിട്ടിയിട്ടുമുണ്ട്. ഇത്തരം തോന്നിവാസം ഏവൻ കാണിച്ചാലും അവൻ ഇങ്ങനെ തന്നെയാണ് മറുപടി കൊടുക്കേണ്ടത്. ആരെയും തല്ലുന്നത് ശരിയെന്നല്ല, പക്ഷേ തെമ്മാടിത്തരങ്ങൾ കാണിച്ചതിന് ശേഷം ജനങ്ങളോട് തട്ടിക്കയറാനും ഞാൻ എന്തോ ഒരു സംഭവമാണ്, ഞാൻ സിനിമാ നടനാണ്, സീരിയൽ ആർട്ടിസ്റ്റ് ആണെന്ന് അതിൻ്റെ ഹുങ്ക് ഇവിടെ കാണിക്കേണ്ട കാര്യമില്ല. ഓരോ മേഖലയിൽ ഉത്തരവാദിത്തപ്പെട്ട ഇടങ്ങളിലേക്കൊക്കെ എത്തുമ്പോൾ, അല്ലെങ്കിൽ സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്കൊക്കെ എത്തുമ്പോൾ കൂടുതൽ ഉത്തരവാദിത്തപൂർണ്ണമായിട്ടാണ് സമൂഹത്തിന്റെ മുന്നിൽ പെരുമാറേണ്ടത്. അല്ലാതെ ഷോ കൂടുതൽ കാണിക്കുകയല്ല ചെയ്യേണ്ടത്. മദ്യപിക്കുന്നത് ഒരു തെറ്റല്ല. മദ്യപിച്ച് ഡ്രൈവ് ചെയ്യുന്നത് ഈ നാട്ടിൽ നിയമവിരുദ്ധമാണ്. അത് മനസ്സിലാക്കിയതിന് ശേഷവും പതിയെ ഡ്രൈവ് ചെയ്ത് സുരക്ഷിതനായി വീടെത്തുക, അതോടൊപ്പം തന്നെ റോഡിലൂടെ പോകുന്നവരെയും സുരക്ഷിതരാക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ളവൻ കാട്ടേണ്ടത്. അതിനപ്പുറത്തേക്ക് അവ ഈ തോന്നിവാസം കാണിച്ചതിനെ ചിലർ ന്യായീകരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഉദ്ദേശം മനസ്സിലാക്കുക. അവരുടെ ഉള്ളിലിരിപ്പ്, അവരുടെ ജാതിബോധമാണ് ഈ കാണുന്നത്. ഇത് നേരെ മറിച്ച് ഒരു സാധാരണക്കാരൻ, ഒരു നിറവുമില്ലാത്തവൻ, അല്ലെങ്കിൽ ഒരു കറുത്ത നിറക്കാരനായിരുന്നെങ്കിൽ ഇവരുടെ വികാരമോ ഇവരുടെ കുരുവോ പൊട്ടില്ല. ഇതിപ്പോ അവർക്ക് വേണ്ടപ്പെട്ട ആൾ ഒരു വലിയ സെലിബ്രിറ്റി ആകാൻ പോകുന്നു അത്രേ. ഇവനൊക്കെ ഈ മനോഭാവവും ഈ പ്രവൃത്തിയും വെച്ചിട്ട് സെലിബ്രിറ്റി ആകാതിരിക്കുന്നതാണ് ഈ നാടിന് നല്ലത്. പല വേഷങ്ങളും കെട്ടി നാടിന്റെ മുന്നിൽ കപടതകൾ അഭിനയിച്ചതിന് ശേഷം യാഥാർത്ഥ്യ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഇവനൊക്കെ കാണിക്കുന്ന പ്രവൃത്തി ഇതാണെങ്കിൽ അതിനൊക്കെ ചില അനുഭവങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. അത് കിട്ടിയെന്നേ ഉള്ളൂ. ഒരു കാര്യം കൂടി പറയാണ്, ഈ മദ്യത്തിന്റെ ഒരു ഗുണം ഇതൊക്കെയാണ്. കുടിച്ച കള്ളമൊന്നും പറയില്ല എന്ന് പറയുന്നത് എന്താണ്? ചില സെലിബ്രിറ്റികളുണ്ട് ഇതുപോലെ, അവനൊക്കെ പകൽ സമയത്ത് വലിയ മാന്യന്മാരാണ്. നമ്മൾ കണ്ടാൽ ഇതുപോലത്തെ വിനയാന്വിതന്മാരില്ല. പക്ഷേ കള്ളെന്ന് പറയുന്നതിൻ്റെ ഒരു മാജിക് അതാണ്. ഉള്ളിൽ ചെന്നാൽ അവൻ്റെ ഉള്ളിലെ തനി ഫ്രോഡിനെ എടുത്ത് പുറത്തിടും. അത് പുറത്തിട്ടപ്പോഴാണ് നാട്ടുകാർക്ക് ആ ഫ്രോഡിന് രണ്ടെണ്ണം പറ്റിക്കേണ്ടി വന്നത്. ആ പറ്റിച്ചത് കയ്യിലിരിപ്പ് കൊണ്ടാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല തന്നെ.